ഇത് നമ്മൾ ഇഫ്താർ സ്നാക്കായിട്ടും അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിനിലൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്കിത് തീ കത്തിക്കുക വരെ വേണ്ടിയിട്ട് അത്രയും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തത്. ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളറും റെഡൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഗരം മസാല, പിന്നെ ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ചില്ലി ഫ്ലേക്സും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകൊക്കെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, ഒരു എരിവിനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മയനൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എഗ്ലെസ് മയനൈസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മയനൈസാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ടൊമാറ്റോ സോസിനേക്കാളും ഈ ഒരു ഫില്ലിങ്സിലൊക്കെ ഇഷ്ടമുള്ളത് മയനൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതാ പാവ് ബണ്ണാണ് എടുത്തിട്ടുള്ളത്. നല്ല ഒരു ഭംഗിയുള്ളതാ ഇതുപോലെ ഇരിക്കുന്ന ബണ്ണാണല്ലോ. അപ്പോൾ ഇതിന് പകരമായിട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾ സാധാരണ ബണ്ണ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ബണ്ണ് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസോ ബട്ടറോ വേണമെങ്കിൽ ആ ബണ്ണിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ അത്ര ഹെവി ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്താലും മതി. പിന്നെ ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചാലും മതി കേട്ടോ. 1-2 പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയതുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെജായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ബാക്കി ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചിക്കൻ ഫ്രൈ ആ ഒരു വെജിറ്റബിളൊക്കെ ചേർക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കാണാനൊരു ഭംഗിയായിരിക്കുമല്ലോ ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു ചിക്കനൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ നമ്മളെ പാവ് ബണ്ണ് ഇവിടെ ഫില്ല് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രൈ പാനിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം താഴെ ബട്ടറൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു സോഫ്റ്റായിട്ട് ആ ഒരു ബ്രെഡ് കിട്ടാൻ വേണ്ടിയിട്ട് ടോസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ, നമ്മളെ പാവ് ബണ്ണ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മളിതാ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാനായിട്ടും. ആ ഒരു ചിക്കനും ടൊമാറ്റോയും വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ വേണമെങ്കിൽ മയോണൈസിന് പകരം ടൊമാറ്റോ സോസ് ആക്കാം, ചിക്കന് പകരം എഗ്ഗ് ചേർക്കാം. ഇനി എഗ്ഗും ചിക്കനും ഒന്നും ഇല്ലാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ടോസ്റ്റൊക്കെ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ടൊരു മെത്തേഡ് നമ്മളിവിടെ കാണിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ബണ്ണും ബ്രെഡൊക്കെ പലരും പല രീതിയിലായിരിക്കും സ്റ്റഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റഫിംഗ് ആണ് ചെയ്യാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ.